ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇറാൻ യുദ്ധത്തിന്റെ കരിനിഴലിൽ പശ്ചിമേഷ്യ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ പക്കലുള്ള മിസൈലുകളിൽ കുറവ് എന്ന തരത്തിലുള്ള വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാൻ യുദ്ധത്തിനിടയിൽ അമേരിക്കയുടെ മിസൈലുകൾ തീർന്നു പോകുകയാണോ? ഈ ചോദ്യത്തിനൊപ്പം ഇറാൻ പുതിയ മിസൈലുകൾ വികസിപ്പിക്കുകയാണോ എന്ന ചോദ്യവും ഉയരുകയാണ്. എല്ലാം വിശദമായി നോക്കാം. ചൊവ്വാഴ്ച രാത്രി ടെഹ്റാനിൽ നടന്ന റാലിക്കിടെ ബാലിസ്റ്റിക് മിസൈൽ പ്രദർശനവും ഇറാൻ നടത്തി. ഖൊറാം ഷഹർ 4 മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് പ്രദർശിപ്പിച്ചത് എന്നാണ് വിവരം. ചൊവ്വാഴ്ച മറ്റു നഗരങ്ങളിലെ റാലികളിലും റോക്കറ്റുകൾ പ്രദർശിപ്പിച്ചതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അമേരിക്കയുടെ വീര്യം ചോർത്തുന്ന നടപടിയാണ്. കാരണം പതിറ്റാണ്ടുകളായി ആഗോള വ്യോമസേനകളിൽ അമേരിക്ക പുലർത്തിയിരുന്ന ആധിപത്യത്തിന് ഇറാൻ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നൽകുന്നത്. അമേരിക്കയുടെ വീഴ്ചയ്ക്കും ഇറാന്റെ ഈ കുതിപ്പിനും പിന്നിൽ ചൈനയുടെ കരങ്ങളാണ് എന്ന ആരോപണവും ശക്തമാണ്. ചൈന ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിലും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത് മറിച്ചാണ്. ഏകദേശം 1000-ലധികം അത്യാധുനിക മാൻപാഡ്സ് ഇറാനിലേക്ക് എത്താൻ പോകുന്നു എന്ന വാർത്ത പുറത്തുവരുന്നുണ്ട്. കൂടാതെ ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെ ഗണ്യമായ സൈനിക ശേഷി ഇറാൻ ഭരണകൂടം നിലനിർത്തുന്നുവെന്നും പെന്റഗണിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. കൂടാതെ ശത്രുക്കൾക്കായി ഞങ്ങൾ സർപ്രൈസുകൾ കരുതി വച്ചിട്ടുണ്ട് എന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് കേവലമൊരു മുന്നറിയിപ്പല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ സൂചനയാണ്. ഭൂമിക്കടിയിലെ രഹസ്യ താവളങ്ങൾ, ആധുനിക ഡ്രോൺ ശൃംഖലകൾ, ശത്രുവിന്റെ റഡാറുകളെ വെട്ടിക്കുന്ന മിസൈൽ സാങ്കേതിക വിദ്യ, ഇതിൽ ഏതാവാം ഇറാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. വിന്യാസത്തിലും ആക്രമണ ശൈലിയിലും വലിയ അഴിച്ചുപണി നടത്തിക്കൊണ്ട് ഒരു പുതിയ യുദ്ധ റൗണ്ടിന് ഇറാൻ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ വ്യാപകമായ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ പറയുന്നത്. ആ ആക്രമണത്തിന് ആണവ കേന്ദ്രങ്ങൾ, സ്കൂളുകൾ, ആശുപത്രി, പാലങ്ങൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുകയും ചെയ്തു. കൂടാതെ രാജ്യത്തിന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചു എന്നും അവർ ആരോപിക്കുന്നു. ഇതിന് മറുപടിയായാണ് ഇറാൻ ഓപ്പറേഷൻ ട്രൂപ്പ് പ്രോമിസ് 4 എന്ന പേരിൽ വൻതോതിലുള്ള പ്രതികാര നീക്കങ്ങൾ നടത്തിയത് എന്ന് അവകാശപ്പെടുന്നു. നിരവധി തരംഗങ്ങളിലായി 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് ആയുധങ്ങളും ഡ്രോണുകളും പ്രയോഗിച്ച് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ഇസ്രയേൽ നിയന്ത്രണ പ്രദേശങ്ങളിലെ ലക്ഷ്യങ്ങളെയും ആക്രമിച്ചു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തി. 1 മാസം കഴിഞ്ഞും ആക്രമണം തുടർന്നതിന് പിന്നാലെ 2 ആഴ്ചത്തെ വെടിനിർത്തൽ നിലവിൽ വരികയായിരുന്നു. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ചാണ് ഈ താൽക്കാലിക സമാധാന ധാരണ രൂപപ്പെട്ടത് എന്ന് റിപ്പോർട്ടുകളും പറയുന്നു. എന്നാൽ വെടിനിർത്തൽ ഉണ്ടായിട്ടും പ്രദേശത്ത് യഥാർത്ഥ സമാധാനം വന്നിട്ടില്ല. അതിർത്തി പ്രദേശങ്ങളിൽ സൈനിക സാന്നിധ്യം ഉയർന്ന നിലയിൽ തുടരുകയും പരസ്പര ആരോപണങ്ങളും മുന്നറിയിപ്പുകളും ശക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഇറാൻ അവരുടെ വജ്രായുധം പുറത്തെടുക്കുകയും ചെയ്തു. ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ചെക്ക് പോയിന്റായ ഹോർമുസ് കടലിടുക്കിന്മേലുള്ള നിയന്ത്രണമാണ് ഇറാന്റെ യഥാർത്ഥ കരുത്ത്. ലോകത്തിലെ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും 20% ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ആധുനിക യുഗത്തിൽ ഈ പാതയ്ക്ക് മറ്റൊരു ബദൽ കണ്ടെത്താൻ ലോകശക്തികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഹോർമുസിലെ നിസ്സാരമായ ഒരു സ്തംഭനം പോലും ലോകത്തെ ഇരുട്ടിലാക്കാൻ പര്യാപ്തമാണ്. ഇതോടുകൂടി വാണിജ്യ ഷിപ്പർമാർ പ്രവർത്തനം നിർത്തിവെക്കാൻ നിർബന്ധിതരായി. ഈ തന്ത്രത്തിലൂടെ ലോകത്തിന്റെ എണ്ണ വിതരണ ശൃംഖലയെ ഇറാൻ മുട്ടുകുത്തിച്ചു. ഈ ആധിപത്യം ഉപയോഗിച്ച് ആഗോള ദക്ഷിണേഷ്യയിലെ രാജ്യങ്ങളുമായി വലിയ വിലപേശലുകൾ നടത്താൻ ഇറാന് സാധിക്കും. ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യയ്ക്കും UAEക്കും ഇതിനോടകം $50 ബില്യൺ നഷ്ടം ഇറാൻ വരുത്തി കഴിഞ്ഞു. ഇത്രയും വലിയ തിരിച്ചടി നേരിട്ടതോടെ സഖ്യകക്ഷികളെ സഹായിക്കാൻ അമേരിക്ക സാമ്പത്തിക പാക്കേജുകൾ ആലോചിക്കേണ്ട ഗതികേടിലെത്തി. യുദ്ധം അവസാനിച്ചാൽ പോലും ഹോർമുസ് കടലിടുക്ക് പഴയപടിയാക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന പെന്റഗണിന്റെ രഹസ്യ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ ആഗോള രാഷ്ട്രീയത്തിൽ ഇറാൻ വീണ്ടും കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. കടലിനടിയിൽ ഇറാൻ വിരിച്ച നിഗൂഢമായ മൈൻ വലയങ്ങൾ നീക്കം ചെയ്യാൻ ചുരുങ്ങിയത് 6 മാസമെങ്കിലും എടുക്കുമെന്നാണ് പെന്റഗൺ അമേരിക്കൻ കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നത്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 20% നിയന്ത്രിക്കുന്ന ഈ ജലപാത ഇത്രയും കാലം അടഞ്ഞുകിടക്കുന്നത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കും. ഇതിന് തിരിച്ചടിയായി അണിയറയിൽ അമേരിക്ക നടത്തുന്നത് വമ്പൻ നീക്കങ്ങളാണ്. നിലവിൽ പശ്ചിമേഷ്യൻ കടൽ തീരങ്ങളിൽ അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത് 1 അല്ല 2 അല്ല 3 കൂറ്റൻ വിമാനവാഹിനി കപ്പലുകളാണ്. ഇതോടെ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കൂറ്റൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ എണ്ണം 3 ആയിട്ടുണ്ട്.
ഇതെല്ലാം ഇറാനെ തകർക്കാനുള്ള ട്രംപിന്റെ അവസാന ശ്രമം മാത്രമാണ്. എന്നാൽ ഇറാൻ അവരുടെ സർവ്വബുദ്ധിയും ഉപയോഗിച്ചാണ് ഇപ്പോൾ നീങ്ങുന്നത്. അമേരിക്കയെ പോലുള്ള ഇത്ര വലിയ രാജ്യത്തെ അവരുടെ കൃത്യമായ പ്ലാനോട് കൂടിയാണ് ഇറാൻ നേരിടുന്നത് എന്ന് ചുരുക്കം. അമേരിക്കയുടെ ആയുധങ്ങൾ തന്നെ ശൂന്യമാകുന്ന അവസ്ഥ. പിടിച്ചു നിൽക്കാൻ ട്രംപ് 18 അടവും പയറ്റുകയാണെന്ന് സാരം.